കോതമംഗലം ആലുവ റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നത് സംബന്ധിച്ചുള്ള ആശങ്ക ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ താലൂക്ക് മഹല്ല് സമിതി തീരുമാനിച്ചു. നെല്ലിക്കുഴിയിൽ ചേർന്ന പൊതുയോഗമാണ് തീരുമാനമെടുത്തത്. കോതമംഗലം ആലുവ റോഡ് വികസിപ്പിക്കുമ്പോൾ 7 പള്ളികളുടെയും മദ്രസകളുടെയും വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായാണ് താലൂക്ക് മഹല്ല് സമിതി പൊതുയോഗം വിളിച്ചത്. പ്രസിഡന്റ് മുഹമ്മദ് വട്ടക്കുടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുസ്ലിം കോർഡിനേറ്റർ സമിതി ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ മുഖ്യപ്രഭാഷണം നടത്തി. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന പ്രസിഡന്റ് NP അബ്ദുൽ ഖാദർ മൗലവി, KA ഉമ്മർ, NM അമീർ, KM ഹാരിസ്, അബ്ദുൽ ഖാദർ, MU അഷ്റഫ്, അഡ്വക്കേറ്റ് അബു മൊയ്തീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മുടെ ഓടക്കാലി മുതൽ കോതമംഗലം വരെയുള്ള പ്രദേശങ്ങളിൽ പല പള്ളികളുടെയും കെട്ടിടങ്ങളും മദ്രസ കെട്ടിടങ്ങളും ഖബർസ്ഥാനുകളും വഖഫ് മുതലുകളും നഷ്ടപ്പെടുന്നതായി തോന്നി. അങ്ങനെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പൂർവികർ വളരെ ത്യാഗത്തോടു കൂടി ഉണ്ടാക്കിയ ഈ മുതലുകൾ നഷ്ടപ്പെടുന്നതിന്റെ ദുഃഖത്താൽ അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി വേണമെന്ന് ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒറ്റയ്ക്ക് ഒരു കാര്യം പോയി ഒരു സ്ഥലത്ത് പറഞ്ഞാൽ അതിന്റെ ബലം എത്രയുണ്ട് എന്ന് നമുക്കറിയാം. തങ്ങളുടെ ആശങ്കകളും പരാതികളും ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ യോഗം തീരുമാനിച്ചു. അലൈൻമെന്റിലെ അപാകതകൾ പരിഹരിക്കാൻ MLA അടക്കമുള്ള ജനപ്രതിനിധികളുടെ സഹായം ആവശ്യമാണ്. സർക്കാരിന്റെയും മറ്റ് സംഘടനകളുടെയും പിന്തുണ തേടാനും യോഗം തീരുമാനിച്ചു. അബു കൊട്ടാരം സ്വാഗതവും പരിക്കുട്ടി കൊട്ടാരം കൃതജ്ഞതയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.